ഹലോ കൂട്ടുകാരെ, അപ്പം ഓണമല്ലേ വരുന്നത്. അപ്പം ഓണത്തിന് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പച്ചടി. അപ്പോൾ ഈ പച്ചടി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല അടിപൊളി ടേസ്റ്റി പച്ചടിയാണ്. ഇതെങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കേണ്ടതാണ്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് വെള്ളരി ഞാൻ നല്ല കനം കുറഞ്ഞരിഞ്ഞ് വെച്ച വെള്ളരിയാണ്. പിന്നെ ഒരു പച്ചമുളക്, 3-4 ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ തേങ്ങ നല്ല അത്യാവശ്യത്തിന് വേണം. ഇനി നമ്മൾ ഇത് പച്ചമുളകും ഇഞ്ചിയും തേങ്ങയും കൂടി മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. പിന്നെ ഒരു കപ്പ് തൈര്, നല്ല കട്ട തൈരാണ് നല്ലത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കടുകാണ്. കടുക് ഞാൻ നല്ല അമ്മിയിൽ ഒതുക്കിയെടുത്ത കടുകാണ്. നമ്മൾ മിക്സിയിലെല്ലാം കടുകെടുത്ത് അരച്ചാൽ അത് പേസ്റ്റ് പരുവത്തിലായിരിക്കും വരിക. പച്ചടിക്ക് അധികം കടുക് അരയരുത്, അതുകൊണ്ട് ഇതിങ്ങനെ മിക്സിയിൽ ചെറുതായിട്ട് ഒതുക്കിയെടുത്തതാണ്. ആ ഒരു കടുകാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് കടുക് കിട്ടേണ്ടതാണ്. അതിന് ശേഷം നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. ഒരു ചട്ടി വെച്ചിട്ട് കഷ്ണം അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം, നമ്മുടെ പച്ചടിക്ക് ഓവർ വെള്ളം വേണ്ട, ആ വെള്ളം നമുക്ക് വറ്റി വരണം. അപ്പോൾ അത് കുറച്ച് അധികം വേവും ഇല്ലാത്തത് കൊണ്ട്, വെള്ളരിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം മതി. എന്നിട്ട് അത്യാവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പാണ് ഇടാൻ പോകുന്നത്. തേങ്ങ, ഇഞ്ചി, പച്ചമുളക് അരച്ച് വെച്ചത് അതിൽ ചേർക്കുന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച തൈരും കൂട്ടി മൂന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കടുകും കറിവേപ്പിലയും അരച്ച് വെച്ച കടുകും കറിവേപ്പിലയും കൂടി അതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇറക്കാൻ നേരത്ത് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ നമ്മൾ അതിൽ ഒഴിച്ചതിന് ശേഷം ഇളക്കിയെടുക്കുക. കണ്ട നല്ല അടിപൊളി പച്ചടിയാണ്. എല്ലാവരും വീട്ടിൽ ഈ ഓണത്തിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇഷ്ടമായില്ലെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.